തൗഹീദ് തിരിയാത്തവരാണോ, ശിർക്ക് അറിയാത്തവരാണോ, അവരൊക്കെ കുഫറാണോ, അവരൊക്കെ കാഫിറുകളാണോ, മുശ്രിക്കുകളാണോ? കഴിഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട മിസ്ബാഹുൽ വലാം ഫീ മുസ്തഗീഥീന ബിഖൈരിൽ അനാം 683 വഫാത്തായ ആ മഹാത്മാവ് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത മഹാത്മാക്കൾ എത്രയോ ഹദീസ് പണ്ഡിതന്മാരുടെ കഥകൾ വിവരിക്കുന്നു. ഇവർക്കൊന്നും തൗഹീദ് അറിയാത്തവരാണോ സഹോദരന്മാരെ? ഞാൻ ദീർഘിപ്പിക്കുകയല്ല. എന്തിനധികം രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മുഹമ്മദ് റംലിയുടെ പ്രതിശ്രുതമായ ഫതാവയാണ് എന്റെ കയ്യിൽ. ഇതിൽ പറയുന്ന ചോദ്യം എന്താണ്? അല്ല, റസൂലുള്ളാഹി തങ്ങളോട് യാ ശൈഖ ഫുലാൻ യാ റസൂലല്ലാഹ് വനഹവ ദാലിക മിനൽ ഇസ്തിഗാസത്തി ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീൻ. അമ്പിയാക്കൾ മുർസലുകളോട് ശഫാഅത്ത് ചോദിക്കുക, ഇസ്തിഗാസ ചെയ്യുക, ഇത് അനുവദനീയമാണോ? മറുപടി പറയുന്നു, ഫഅജാബ ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മുർസലുകൾ, സ്വാലിഹീങ്ങൾ അവരോട് സഹായം ചോദിക്കൽ അത് അനുവദനീയമാകുന്നു. വലിർ റുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണശേഷം സഹായിക്കാൻ കഴിയുമെന്ന് ഇമാം റംലി തങ്ങൾ ഫത്വ നൽകുന്നു. ചോദിച്ചോട്ടെ, പണ്ഡിത നേതാവായ രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മുഹമ്മദ് റംലി മുശ്രിക്കാണോ കാഫിറാണോ? നാം ചിന്തിക്കേണ്ടതല്ലേ? നമുക്ക് അല്ലാഹു നൽകിയ ചെറിയ ബുദ്ധി കൊണ്ട് സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടതല്ലേ? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ ഹാശിയത്തുൽ ഈവാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റുമോ? അനുവദനീയമാണ് എന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മവുമാണ്. റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് ചോദിക്കണമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു. മുശ്രിക്കാണോ കാഫിറാണോ? ഇത് പദ്യമല്ല, ഇത് ഗദ്യം തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട ശൈഖ് ഇസ്മാഈൽ ഹുത്തി റഹിമഹുല്ലാഹ് വിശ്രുതമായ തഫ്സീർ റൂഹുൽ ബയാൻ അതിന്റെ 298 പേജിൽ മഹാനവറുകൾ പറയുന്നത് കാണാം. അമ്പിയാക്കൾ, ഔലിയാക്കളോട് സഹായം ചോദിക്കൽ, ഇസ്തിഗാസ ചെയ്യൽ, അവരോട് ശഫാഅത്ത് ചോദിക്കൽ വലൈസ ബിദാലിക ബിശിർകിൻ അസ്ലാ, അതൊരിക്കലും ശിർക്കല്ല. ബൽ ഹുവ ഐനു തൗഹീദ്, അത് തൗഹീദിന്റെ കടുകട്ടിയാകുന്നു, തൗഹീദിന്റെ സത്തയാകുന്നു. നമ്മുടെ യുവ പണ്ഡിതന്മാർ അവര് വാദപ്രതിവാദം നടത്തി മുജാഹിദുകളുമായി. ആ മുജാഹിദുകളുമായി സംവാദം നടത്തിയപ്പോൾ അതിൽ അവര് അമ്പേ പരാജയപ്പെട്ടു, തോറ്റു തൊപ്പിയിട്ടു. ആ CD കാണുന്ന ആളുകൾക്കൊക്കെ അതറിയാം. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ആ ആ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി നടന്ന് പ്രസംഗിക്കുകയാണ് മൗലവിമാരെല്ലായിടത്തും. പുത്തനത്താണിയിൽ ഇവിടെ പ്രസംഗിച്ചപ്പോ ഇവിടെയും സലഫി പറഞ്ഞു. എന്താ അവിടെ കാണുന്നത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ വരുന്ന സന്ദർഭത്തിൽ എന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് എന്നെ യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഅജബ്തുഹു, ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സഹായം കൊടുക്കാനും ഉത്തരം കൊടുക്കാനും കഴിയും എന്ന് ഹദീസിലുണ്ട്. അത് പറഞ്ഞപ്പോ ഇവിടുന്ന് സലഫി അത് മറച്ചുവെക്കാൻ വേണ്ടി പറയുന്നത് എന്താണ്? അത് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ മുഅ്ജിസത്താണ്. വിവരമില്ലെങ്കിൽ അത് മിണ്ടാതിരിക്കുക എന്നല്ലാതെ. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതിന്റെ 407 പേജിൽ ഇബ്നു തൈമിയ തന്നെ പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചോ സലഫിയെ കൊണ്ടുവന്ന മൗലവിമാരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ പറയുന്നത് എന്താണെന്നോ? ഈ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു കാന യസ്മഉൽ അദാന മിനൽ ഖബ്രി ലയാലിയൽ ഹർറത്ത് യുദ്ധം നടന്ന സന്ദർഭത്തിൽ മദീനയിൽ പള്ളിയിൽ ആരുമില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ ബാങ്കിന്റെ സമയമായാൽ ആരംഭ റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്ന് അതാ ബാങ്ക് കേൾക്കുന്നു.
മറ്റൊരു ഇമാം ദാരിമി ഉദ്ധരിച്ച ഹദീസിൽ ആ ഖബറിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഇബ്നു തൈമിയ പറയുന്നത് കാന യസ്മഉൽ അദാന. ഇബ്നു തൈമിയയുടെ വാക്ക് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഖുർആൻ ശരിയല്ലെന്ന് പറയുന്നതിന് തുല്യമാണെന്ന് നിങ്ങളുടെ വിചിന്തനം രേഖപ്പെടുത്തിയ ഇബ്നു തൈമിയ അദ്ദേഹം പറയുന്നത് എന്താണ്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആരംഭ റസൂലിന്റെ ഖബറിൽ നിന്ന് പള്ളിയിൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ, ബാങ്കിന്റെ സമയം അറിയാത്ത സന്ദർഭത്തിൽ ബാങ്ക് കേൾക്കാറുണ്ടായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാത്രം പ്രത്യേകതയല്ല ഇത്. ഇബ്നു തൈമിയ തന്നെ പറയട്ടെ, അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വമിത്ലു ഹാദാ യഖഉ കസീറൻ ലിമൻ ഹുവ ദൂന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ താഴെയുള്ള ഔലിയാക്കൾ, മഹാന്മാക്കൾ, അവർക്കൊക്കെ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കസീറൻ വമിത്ലു ഹാദാ യഖഉ കസീറൻ, ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലഫി ഇത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സന്ദർഭത്തിൽ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പൊ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാര് മുഴുക്കയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ആ ശഫാഅത്ത് തേടാൻ വേണ്ടി അത് സുന്നത്താണെന്ന് വരെ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ പണ്ഡിതന്മാര് മുഴുക്കയും ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? കാഫിറുകളാണോ? അബൂജഹലിനെക്കാളും വലിയ മുശ്രിക്കുകളാണോ? നാം ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാരെ? വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, ഈ കാര്യമാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കി മുദ്ര കുത്തുന്ന നിങ്ങൾ, ഈ നിങ്ങളുടെ സീഡി മുസ്ലിം വീടുകളിലേക്ക് എത്തുമ്പോ ആ സീഡി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആ വീട്ടിലുള്ള ജനങ്ങളെ ആട്ടിയോടിച്ചാൽ ആ വീട്ടിലുള്ള ഉമ്മമാരെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ആ വീട്ടിലുള്ള വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹുസൈൻ സലഫി കാര്യമായി പറഞ്ഞതാ, സീഡി വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഉമ്മമാരെ? പറയാതിരിക്കൂല. ഈ ജാതി വിശ്വാസം വെച്ചു പുലർത്തിയാൽ ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാര് മുഴുക്കയും മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയുന്ന ഈ വാദമുണ്ടല്ലോ, റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ വാദമുണ്ടല്ലോ, ഇതൊന്നും മുസ്ലിങ്ങൾക്ക് അംഗീകാരമില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ച സർവ്വ വിശ്വാസികളെയും മുശ്രിക്കും കാഫിറുമാക്കുന്നവരാണ്. അതുകൊണ്ട് തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല സഹോദരന്മാരെ. വിശ്വാസികളെ കാഫിറാക്കുക, അതോടൊപ്പം കാഫിറുകളാണെന്ന് ഖുർആൻ പഠിപ്പിച്ചവരുണ്ട് അല്ലേ, അവരെ നന്നാക്കി മുസ്ലിമാക്കുക. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല. കാഫിറുകളാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ആളുകൾ അവരെ നന്നാക്കുക, അവരെ നന്നായി കൈകാര്യം ചെയ്ത് അവർക്ക് ബഹുമാനം കൊടുത്ത് അവർക്ക് ഷറഫ് കൊടുക്കുന്ന പരിപാടി. നിങ്ങൾ നോക്ക്, മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹലും ശിങ്കിരികളും നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പഠിപ്പിച്ചത് നമുക്കറിയില്ലേ? സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് കാണാം. അന്നഹും ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം പറയപ്പെട്ടാൽ യസ്തക്ബിറൂന, അവർ അഹന്ത നടിച്ച് തിരിഞ്ഞു കളയുന്നവരാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു വയഖൂലൂന, അവർ പറയുകയും ചെയ്യും ഇന്നാ ലതാരിഖൂ ആലിഹതിനാ ബിശാഇരിൻ മജ്നൂൻ. ഭ്രാന്തനായ കവിയായ മുഹമ്മദ് പറയുന്നത് കേട്ട് ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് വിശ്വാസമില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമില്ലെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ മുജാഹിദ് പഠിപ്പിക്കുന്നു, നിങ്ങൾ കേട്ടോളൂ. മക്ക മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹലിനെ വെള്ളപൂശുകയാണ്. എന്നിട്ട് മുജാഹിദിന്റെ നേതാവ് പറയുന്നത് എന്താ? അബൂജഹൽ നിന്ന് ആരാന്നറിയോ? അൽ ഹാജി അബൂജഹൽ, അബൂജഹൽ ഹാജി, അൽ ഹാജി അബൂജഹൽ, അൽ ഹാജി വലീദ് ഇബ്നു മുഗീറ. കേട്ടോളൂ നിങ്ങൾ, അബൂജഹൽ ടൈറ്റിൽ കൊടുക്കുന്നത് കേട്ടോളൂ, അൽ ഹാജി അബൂജഹൽ.
അൽ ഹാജി അബൂ ലഹബ്, അൽ ഹാജി വലീദ് ഇബ്നു മുഗീറ, അൽ ഹാജി അബൂ ജഹൽ, അൽ ഹാജി അബൂ ലഹബ്, അൽ ഹാജി വലീദ് ഇബ്നു മുഗീറ. മുജാഹിദിൽ കുറെ ഹാജിമാരുണ്ടല്ലോ, അതുപോലെ തന്നെ ഹാജിയാന്ന് കരുതേണ്ടി വരുമല്ലോ, അതെന്താ ചെയ്യാം.